ഞാൻ പറഞ്ഞത് എന്താ, അമ്മ മാത്രം രാജിച്ച പോരാൻ. നേരം വെളുത്ത ഭർത്തരന് അമ്മക്കിൽ കൂട്ടരാജി. അമ്മക്ക് മാത്രല്ലടോ പ്രശ്നമുള്ളത്, അച്ഛനും പ്രശ്നമുണ്ട്. അമ്മയും രാജിക്കണ്ടല്ലോ, അമ്മയും രാജിക്കണം, അച്ഛനും രാജിക്കണം, അച്ഛനും രാജിക്കണം. ഇത് നടക്കൂല. ഇത്തരം വ്യക്തികളെ സുന്നി സംഘടനകൾ തലപ്പത്ത് പറ്റൂല. അവരുടെ കാലിന്റെ ചുവട്ടിലെ മണ്ണിന് റഹ്മത്തുള്ളാഹിക്ക് വിലയില്ല. പക്ഷേ അതേ സമയത്ത് നിയമം എല്ലാവർക്കും ബാധകം. അല്ലെങ്കിൽ പ്രശ്നം എന്താ? പ്രശ്നം ഇനി ഇത് ഖിയാമത്ത് നാൾ വരെ എന്തായി മാറും? കീഴ്വഴക്കം. അത് നടപ്പിലാക്കാൻ നമുക്ക് കഴിയൂലെങ്കിൽ പിന്നെ നമുക്ക് സുന്നി എന്ന പേരിൽ സംഘടിപ്പിക്കുന്നതിൽ ഇരിക്കുന്നതിൽ അർത്ഥമില്ല. പിന്നെ അതിന് സുന്നി യുവജന സംഘം എന്നല്ല, SYS എന്നല്ല അതിന് പേര്, നപുംസകം യുവജന സംഘം എന്നാണ്. അപ്പൊ പിന്നെ അതിന് പേര് NYS എന്ന് തിരുത്തി മാറ്റേണ്ടതാണ്. അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആഴ്ചയിൽ ഓരോ വഹാബികളെ പുസ്തകം പ്രസിദ്ധീകരിക്കുക. എന്നിട്ട് അതിനെന്താ പേര് SYS. അതെന്ത് വർത്താനങ്ങൾ ഈ പറയുന്നത്? അതിനെതിരുണ്ടാക്കിയതാണല്ലോ. സമസ്തയുടെ കാര്യങ്ങളെ കൃത്യമായും നടപ്പിലാക്കാൻ വേണ്ടി 1950കളിൽ ഉണ്ടാക്കിയതാണ് എന്ത്? SYS. അതുകൊണ്ട് ഇവർ മോശപ്പെട്ടവരാവില്ല, 100% നല്ലവരാണ്. പക്ഷെ അവർക്ക് വിവരമില്ല. പ്രസിഡന്റ് ആയതുകൊണ്ട് വിവരം ഉണ്ടാവില്ല. സെക്രട്ടറിന് വിവരം വേറെ പഠിക്കണം. അത് അവർക്ക് ബാധകമാവില്ല. ഈ പറയപ്പെട്ട ആളുകൾക്ക് വസക്കത്തൽ ആലിം എന്ന വാക്ക് ബാധകമാവില്ല. എൻ്റെ നേതാവ് ജിഫ്രി തങ്ങളെ പോലത്തെ ബാധകമാവും. ഒരു വിദാത്ത് പ്രത്യക്ഷമായാൽ ആലിമീങ്ങൾ മിണ്ടാതിരുന്നാൽ ഫഅലൈഹി ലഅനത്തുല്ലാഹ് എന്ന വാക്ക് ഈ പറയപ്പെട്ട ഇതൊക്കെ ചെയ്യുന്നവരെ മേൽ ബാധകാവൂല. എന്തുകൊണ്ട്? അവരാരല്ല? ആലിമീങ്ങളല്ല. അപ്പൊ അവർക്കുള്ള ലഅനത്ത് ഉണ്ടാവില്ല. ലഅനത്ത് ജിഫ്രി തങ്ങളെ പോലത്തെ മഹാന്മാർക്ക് ഉണ്ടാവുക. എന്തുകൊണ്ട്? അവരുണ്ടായിരിക്ക ആണെങ്കിൽ ഞാൻ മിണ്ടന്റെ അടുത്ത് മിണ്ടണമെന്നാണ് ഇവ പറഞ്ഞ വാക്കിന്റെ അർത്ഥം. ഒന്നും വിചാരിക്കരുത്. ഇത് ദിവസം കാണുകയാണ് ഞങ്ങളെപ്പോലത്തെ ഒരു. അവര് സയ്യിദന്മാരാവുന്നതിന് വിരോധമൊന്നുമില്ല. അവര് സുന്നി സമുദായത്തിന്റെ തലപ്പത്തുണ്ടായിരുന്നേ ഉള്ളൂ. സയ്യിദ് ഇവിടെ അബുൽ ആല മൗലൂദ് സയ്യിദല്ലേ, സയ്യിദാവുന്നതിനൊരു വിരോധമില്ല. അബുൽ ആല മൗലൂദി സയ്യിദല്ലേ. എന്നിട്ട് ഈ 100 കൊല്ലങ്ങൾ ആ മനുഷ്യൻ ചീത്ത പറഞ്ഞില്ലേ? സയ്യിദിന് പറയുന്നത് എന്താ? ബിദഅത്തിന് അടിത്തറ ഇട്ടു. ആര്? ഈ സയ്യിദാണ്. ആര്? അബുൽ ആല മൗലൂദി സയ്യിദല്ലേ. എന്തൊക്കെ പാട്ടുണ്ടാക്കി. മൗദൂദികൾക്ക് തടിത്തിര നീളം നീണ്ടു വലിഞ്ഞല്ല കീട കുന്നു നെഞ്ചത്തോളം. പുൽക്കോട്ടിന്റെ പാട്ട മൗദൂദികളെ ആക്ഷേപിച്ചോണ്ട്. ഞാനീ പറയുന്നത് സയ്യിദന്നെ. പക്ഷെ അതേ സമയത്ത് അവർക്ക് ആ വിഷയത്തിൽ വിവരം ഉണ്ടാവില്ല. അപ്പോൾ ആലിമീങ്ങൾ തിരുത്തി കൊടുക്കണം. തിരുത്താൻ അവർ തയ്യാറില്ലെങ്കിൽ സുന്നി സമുദായത്തിന്റെ നേതൃത്വം താഴ്ത്തിക്കിറക്കി നിയമം പാലിക്കണം. റഹ്മത്തുള്ളാഹിനെ പോലത്തെ സാധുക്കളായ ആളുകളിൽ നിന്ന് ഒരു അക്ഷരം പേച്ചാൽ, കാല് പോയിടിച്ചാൽ പോലും പുറത്താക്കും. ഞാൻ സമസ്ത നേതാക്കളുടെ കാല് പിടിച്ചതാണ്. കാല് പിടിച്ചിട്ടുണ്ട്, എന്നെ പുറത്താക്കിയത് എന്നിട്ട് എന്നെ പുറത്താക്കി. ആയിക്കോട്ടെ, കുഴപ്പമില്ല, ഞാനതിന് വിധേയൻ മോശപ്പെട്ട ആളല്ലേ, ഞാൻ തെറ്റിയതില്ലേ. എന്നിട്ടോ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും അവർക്ക് നിയമമൊന്നും ബാധകമല്ല. അത് നടക്കൂല.